നമ്മുടെ കയ്യിലുള്ള NIOSൻ്റെ ചെറിയ ടെക്സ്റ്റിലുള്ള 31-ാം പാഠത്തിൻ്റെ പേരാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. പേജ് നമ്പർ 164. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, സാംസ്കാരിക വിനിമയം എന്നാണ് പാഠത്തിൻ്റെ പേര്. നിങ്ങൾക്കറിയാം, ചോദ്യോത്തരങ്ങളായാണ് ഈ പാഠത്തിൽ ഉള്ളത്. മലയാളം മീഡിയം ടെക്സ്റ്റും ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റും എൻ്റെ കയ്യിലുണ്ട്. ഇവ തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ഫോളോ ചെയ്ത് മലയാളത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ട് മീഡിയക്കാർക്കും ഗുണപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ ഏതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്തിട്ടില്ല, നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇടാം. ചോദ്യം: ഡിസ്ക്രൈബ് ദി അച്ചീവ്മെന്റ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ബൈ രാജാറാം മോഹൻ റായ്. നിങ്ങൾക്കറിയാം, രാജാറാം മോഹൻ റായിയുടെ ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങളുടെ അച്ചീവ്മെന്റ്, നേട്ടം, ഡിസ്ക്രൈബ്, വിവരിക്കുക. രാജാറാം മോഹൻ റായ് തുടങ്ങിവെച്ച ന്യൂസ് പേപ്പേഴ്സ്, വർത്തമാന പത്രങ്ങളുടെ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ, ഡിസ്ക്രൈബ്, വിവരിക്കുക. ഇതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വരികൾ കാണാം കേട്ടോ. In 1821, 1821 റാം മോഹൻ, അദ്ദേഹത്തെ അങ്ങനെയും വിളിക്കാറുണ്ട്, രാജാറാം മോഹൻ റായ്, ബിഗാൻ, ആരംഭിച്ചു, ടു പബ്ലിഷ്, പ്രസിദ്ധീകരിക്കുവാൻ ആരംഭിച്ചു, ദി ന്യൂസ് പേപ്പർ, പത്രം, സമാചാർ കൗമുദി ഇൻ ബംഗാളി. ആ പത്രത്തിൻ്റെ പേരാണ് സമാചാർ കൗമുദി. സമാചാർ എന്ന് പറഞ്ഞാൽ പത്രം എന്നാണ് അർത്ഥം. കൗമുദി പത്രം. ഇവിടെയും കൗമുദി പത്രം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്. കേരള കൗമുദി, അവരുടെ മാഗസിനുണ്ട്, കലാകൗമുദി. കേരളം കണ്ട ഏറ്റവും വലിയ പത്രാധിപർ M. മണി ഈ പത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് വായനയിൽ അഭിരമിച്ചിരുന്ന യുവാക്കളെല്ലാം വായിച്ചിരുന്ന ഒരു മാഗസിൻ ആയിരുന്നു കലാകൗമുദി. ഇപ്പോഴും അതുണ്ട് കേട്ടോ. ഇത് പത്രം വേറെയാണ്. സമാചാർ കൗമുദി എന്നാണ് പത്രത്തിൻ്റെ പേര്. ഇൻ ബംഗാളി, ബംഗാളി ഭാഷയിലാണ് ആ പത്രം ഇറങ്ങിയിരുന്നത്. ഈ കേരളത്തിനും ബംഗാളിനും ഒരു പ്രത്യേകതയുണ്ട്. മഹാകവി
ടാഗോറിൻ്റെ നാടാണ് ബംഗാൾ, കൽക്കത്ത. അറിവിൻ്റെ ലോകത്ത് വ്യാപരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യുവാക്കളുള്ള രണ്ട് സംസ്ഥാനങ്ങളിലാണ് കേരളവും ബംഗാളും. അതുകൊണ്ടാണ് ബംഗാൾ, ത്രിപുര, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വേരൂന്നിയത്. വായനാശീലമുള്ള ഒട്ടേറെ ആളുകൾ ഈ 3 സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരൂന്നാൻ കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമായി ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. എന്താ പറഞ്ഞു വന്നത്? ബംഗാളി ഭാഷയിലെ സമാചാർ കൗമുദി എന്ന ന്യൂസ് പേപ്പർ 1821 അദ്ദേഹം പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി. ഫോളോഡ് ബൈ, തുടർന്ന് മീററ്റ് ഉൽ അക്ബർ എന്ന ഒരു പത്രം ഇൻ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചു. എപ്പോൾ? 1822 പേർഷ്യൻ ഭാഷയിലെ മീററ്റ് ഉൽ അക്ബർ എന്ന പത്രവും തുടർന്ന് ഈ സമാചാർ കൗമുദിയെ തുടർന്ന് പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി. കേട്ടോ? വിശദീകരണം വേണ്ടെന്ന് വിചാരിക്കുന്നു. 22 പേർഷ്യൻ ഭാഷയിൽ മീററ്റ് ഉൽ അക്ബറും ബംഗാളി ഭാഷയിലെ സമാചാർ കൗമുദിയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. കേട്ടോ? പിന്നീട് ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലും ഒരു പത്രം തുടങ്ങി. ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലും ഒരു പത്രം തുടങ്ങി. ത്രൂ ദീസ് പേപ്പേഴ്സ്, ഈ പത്രങ്ങളിലൂടെ അദ്ദേഹം അഡ്വക്കേറ്റഡ്, വാദിച്ചു. എന്താണ് വാദിച്ചത്? എഡ്യൂക്കേഷൻ ഓഫ് വിമൻ, സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വാദിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വാദിച്ചു. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം വേണമെന്ന് വാദിച്ചു. പിന്നെയോ വിധവ റീമാരേജ്, പുനർവിവാഹം. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ തീയിൽ ചാടി മരിക്കണമായിരുന്നു. ഭർത്താവിൻ്റെ ചിത കത്തുമ്പോൾ ആ ചിതയിലേക്ക് സ്ത്രീയും ചാടി മരിക്കണം. ഇതിനെ സതി എന്നാണ് വിളിച്ചിരുന്നത്. സതി വലിയ ചതിയായിരുന്നു കേട്ടോ. ഈ ഭർത്താവ് എന്തായാലും പോയി, ആ സ്ത്രീ മക്കളുടെ കൂടെ ജീവിച്ചോട്ടെ, സമ്മതിക്കില്ല. ആ സ്ത്രീയും ചാവണം. സ്ത്രീക്ക് വില നൽകാത്ത ഇങ്ങനെയൊരു നിയമം
മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതില്ലാതായി. ഈ ചതി ഇല്ലാതായി. സതി എന്ന ചതി ഇല്ലാതായി. സ്ത്രീകൾ രക്ഷപ്പെട്ടു. അവർ 1-2 കൊല്ലം കഴിയുമ്പോൾ ഭർത്താവിനെ മറക്കും. കാലത്തിൻ്റെ പ്രത്യേകതയാണത്. എന്നിട്ട് അവർ മക്കളോടൊപ്പം പേരക്കുട്ടികളോടൊപ്പം പുതിയ ജീവിതത്തിൽ മുഴുകും. അങ്ങനെയല്ലേ വേണ്ടത്? ഒരാൾ മരിച്ചുപോയാൽ മറ്റേയാളും മരിക്കണോ? വേണ്ട. വിഡോ എന്നാൽ വിധവ, റീമാരേജ്, പുനർവിവാഹം. വിധവ പുനർവിവാഹം വേണമെന്ന് വാദിച്ചു. വിധവകൾക്ക് വീണ്ടും വിവാഹം ചെയ്യാനുള്ള അവസരം ഉണ്ടാവണമെന്ന് അഡ്വക്കേറ്റ് വാദിച്ചു. എന്നിട്ടോ അറ്റാക്ക്ഡ് സതി. സതി എന്ന ആചാരത്തെ അറ്റാക്ക്ഡ്, ആക്രമിച്ചു, അതിനെതിരെ പോരാടി. പിന്നെയോ ഇൽസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായത്തിൻ്റെ ഇൽസ്, ദൂഷ്യ ഫലങ്ങൾക്കെതിരെ സംസാരിച്ചു. മനസ്സിലായോ? ഇൽസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായത്തിൻ്റെ ദൂഷ്യ ഫലങ്ങൾക്കും സതിക്കും എതിരെ അറ്റാക്ക്ഡ്, ആക്രമണം നടത്തി. ഈ അനാചാരങ്ങളെല്ലാം എതിർത്തു. കേട്ടോ? അപ്പൊ എന്തൊക്കെയാണ് വാദിച്ചത്? എഡ്യൂക്കേഷൻ ഓഫ് വിമൻ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. വിഡോ റീമാരേജ്, വിധവ പുനർവിവാഹം, വിധവകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള അവസരം കൊടുക്കണം. ഹി അഡ്വക്കേറ്റഡ്, അദ്ദേഹം വാദിച്ചു. ഹി അറ്റാക്ക്ഡ് സതി, സതിയെ ആക്രമിച്ചു, സതി എന്ന അനാചാരത്തെ ആക്രമിച്ചു. ആൻഡ് ഓൾസോ ഹി അറ്റാക്ക്ഡ് ഇൽസ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയുടെ ഇൽസ്, ദൂഷ്യ ഫലങ്ങളെയും അറ്റാക്ക്ഡ്, അദ്ദേഹം ആക്രമിച്ചു, എതിർത്തു. ഹി പബ്ലിഷ്ഡ്, അദ്ദേഹം പുറത്തിറക്കി, പ്രസിദ്ധീകരിച്ചു, ന്യൂമറസ്, എണ്ണമറ്റ, പാംഫ്ലെറ്റ്സ്, ലഘു ലേഖകൾ, ചെറിയ ചെറിയ നോട്ടീസുകൾ നമ്മൾ കോളേജിൻ്റെ ഒക്കെ ഇറക്കില്ലേ, അതുപോലെ പാംഫ്ലെറ്റ്സ്, എണ്ണമറ്റ ലഘുലേഖകൾ, ചെറിയ നോട്ടീസുകൾ പബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടി? അണ്ടർലൈനിങ്, അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്. എന്തിന്? ഹിസ് വിഷൻ, തൻ്റെ കാഴ്ചപ്പാടുകൾ. ഹിസ് വിഷൻ, തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അണ്ടർലൈനിങ്, അടിവരയിട്ടുകൊണ്ട്, തൻ്റെ കാഴ്ചപ്പാടുകൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാംഫ്ലെറ്റ്സ്, ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചു. എന്തിനെക്കുറിച്ചുള്ള? ഓഫ് ആൻ ഐഡിയൽ സൊസൈറ്റി, ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള. ഓഫ് ആൻ ഐഡിയൽ സൊസൈറ്റി, ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള ഹിസ് വിഷൻ, തൻ്റെ കാഴ്ചപ്പാടുകൾ, അണ്ടർലൈനിങ്, അടിവരയിട്ടു പറഞ്ഞുകൊണ്ട്, ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ലഘുലേഖകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. കിട്ടിയോ? ബേസ്ഡ് ഓൺ ദി ബെസ്റ്റ് ടീച്ചിങ്സ് ഫ്രം മേജർ റിലീജിയൻസ് ഓഫ് ദി വേൾഡ്. ഓഫ് ദി വേൾഡ്, ലോകത്തിലെ മേജർ റിലീജിയൻസ്, പ്രധാനപ്പെട്ട മതങ്ങളിൽ നിന്നും ടീച്ചിങ്സ്, ബെസ്റ്റ് ടീച്ചിങ്സ്, ആ മതങ്ങളിൽ നിന്നുള്ള ബെസ്റ്റ് ടീച്ചിങ്സ്, ഏറ്റവും നല്ല പ്രബോധനങ്ങൾ, ഏറ്റവും നല്ല അറിവുകൾ, ടീച്ചിങ്സ്, പ്രബോധനങ്ങൾ, ഏറ്റവും നല്ല അറിവുകളെ
ബേസ്ഡ് ഓൺ, അടിസ്ഥാനമാക്കി പറഞ്ഞുതരാട്ടോ, ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിൽ നിന്നുള്ള, മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ടീച്ചിങ്സ്, ഏറ്റവും നല്ല പ്രബോധനങ്ങളെ ബേസ്ഡ്, അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം ഈ ലഘുലേഖകളിലൂടെ അവതരിപ്പിച്ചു. ഒന്നുകൂടെ പറഞ്ഞുതരാട്ടോ. അതായത് അദ്ദേഹം ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അടിവരയിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മാതൃകാ സമൂഹമുണ്ട്. അത് എന്തിനെ അടിസ്ഥാനമാക്കിയുള്ള മാതൃകാ സമൂഹമാണ്? അദ്ദേഹം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളിൽ നിന്നുള്ള, മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രബോധനങ്ങളെ, അറിവുകളെ അടിസ്ഥാനപ്പെടുത്തി അവയെ ഉപയോഗിച്ച് ആ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു. അതെല്ലാം ലഘുലേഖയിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം ഈ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രബോധനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. കിട്ടിയോ? അതായത് ഈ മതഗ്രന്ഥങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ച് കാഴ്ചപ്പാട് ഉണ്ടാക്കുകയും ആ കാഴ്ചപ്പാട് ഈ ലഘുലേഖകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഹി ഫൗണ്ടഡ്, അദ്ദേഹം സ്ഥാപിച്ചു, എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തെ സ്ഥാപിച്ചു. ഒരു കൂട്ടം ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. എന്താ പേര്? കോൾഡ്, അതിൻ്റെ പേര് വിളിക്കപ്പെടുന്നത് ബ്രഹ്മ സമാജ്. ബ്രഹ്മ എന്ന് എഴുതിയിരിക്കുന്നത് ബ്രഹ്മ സമാജ് എന്ന പേരിൽ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു, ഉണ്ടാക്കി, ഒരു സംഘടന ഉണ്ടാക്കി. വിച്ച്, ആ സംഘടനയിലേക്ക് ജോയിൻഡ്, ചേർന്നു. ആര് ചേർന്നു? ന്യൂമറസ്, എണ്ണമറ്റ. ആരാത്? എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമുള്ള ആളുകൾ. പിന്നെയോ പ്രോഗ്രസീവ് മെൻ, പുരോഗമനവാദികളായ ആളുകൾ ചേർന്നു. ഇൻ ബംഗാളിലെ പ്രോഗ്രസീവ്, പുരോഗമനവാദികളായ മെൻ, ഒട്ടേറെ ആളുകളും, ന്യൂമറസ്, എണ്ണമറ്റ, എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമുള്ളവരായ ആളുകളും ജോയിൻറ്റ്, ചേർന്നു. എവിടെ? ബ്രഹ്മസമാജ്, അദ്ദേഹം സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിൽ, ബ്രഹ്മസമാജം എന്ന കമ്മ്യൂണിറ്റിയിൽ, എന്ന സമൂഹത്തിൽ, എന്ന സംഘടനയിൽ ചേർന്നു. മനസ്സിലായോ? അപ്പോൾ ഹി സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി which is known as Brahma Samaj. Numerous educated and progressive men in Bengal joined this Brahma Samaj. ഈ ബ്രഹ്മ സമാജത്തിൽ എണ്ണമറ്റ വിദ്യാഭ്യാസമുള്ളവരും പുരോഗമനവാദികളും ചേർന്നു. കേട്ടോ? സമൂഹത്തിലെ അനീതികൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അവർ ഒത്തുചേർന്നു. ഇനി ഒന്നുകൂടെ ചെയ്തു. ഇറ്റ് വാസ് ഓയിങ് ടു ദി പ്രിന്റിംഗ് പ്രസ്. പറഞ്ഞ കടമെടുക്കുക എന്നാണ്. ഓണിങ് എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക എന്നും അർത്ഥമുണ്ട്.
ഇതിപ്പോ ഈ ബുക്കിൽ കാണുന്ന ഓയിങ് എന്നാണ്. ഇറ്റ് വാസ് ഓയിങ്, കടമെടുത്തുകൊണ്ട്. പ്രിന്റിംഗ് പ്രസ്, അച്ചടിശാല കടമെടുത്തുകൊണ്ട് രാംമോഹൻ എന്ത് ചെയ്തു? രാംമോഹൻസ് ഐഡിയാസ്, രാംമോഹന്റെ ഈ ആശയങ്ങളെല്ലാം കുഡ് റീച്ച്, എത്തിക്കാൻ കഴിഞ്ഞു. സച്ച് എ വൈഡ് ഓഡിയൻസ്, കുറെ കൂടി വിശാലമായ ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്നത് വായനക്കാർ എന്നാണ് കേട്ടോ. വൈഡ് ഓഡിയൻസ്. ശരിക്കും ഓഡിയൻസ് പറഞ്ഞാൽ എന്താ? ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവിടെ കാഴ്ച കുറവാണ്. ഇന്ന് നമ്മൾ ടെലിവിഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? നമ്മൾ സിനിമ കാണുന്നുണ്ട്, നാടകം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ആ കാണുന്ന ആളാണ് ഓഡിയൻസ്. ഇതൊക്കെ അച്ചടി മാധ്യമങ്ങളാണ്. അവിടെ കാണുക എന്ന് പറഞ്ഞാൽ ശരിക്കും വായിക്കുകയാണ്. വൈഡ് ഓഡിയൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാണികൾ, കാഴ്ചക്കാർ എന്നല്ല. ഇവിടെ ശരിക്കും അർത്ഥം വായനക്കാർ എന്നാണ്. അപ്പോ ഇറ്റ് വാസ് ഓയിങ് ടു ദി പ്രിന്റിംഗ് പ്രസ്, പ്രിന്റിംഗ് പ്രസ്സുകൾ കടമെടുത്തുകൊണ്ട് രാംമോഹൻസ് ഐഡിയാസ് കുഡ് റീച്ച്, രാംമോഹന്റെ ആശയങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. എവിടേക്ക്? വൈഡ് ഓഡിയൻസ്, കുറെ കൂടി വിപുലമായ വായനക്കാരിലേക്ക്, കാഴ്ചക്കാരിലേക്ക് എത്താൻ കഴിഞ്ഞു. പ്രസ്സുകൾ, പ്രിന്റിംഗ് പ്രസ്സുകൾ കടമെടുക്കുക വഴി രാംമോഹന്റെ ആശയങ്ങൾ കുറെ കൂടി വിപുലമായി വായനക്കാരിലേക്ക്, കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കേട്ടോ. We can estimate the power of press when we consider that Chandrika was published in 1822 to oppose his ideas of socialism, social reform. നോക്കുക, his ideas of social reform, സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഒപ്പോസ്, എതിർക്കുവാനായി 1822 അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ എതിർത്തു തോൽപ്പിക്കാൻ വേണ്ടി 1822 ചന്ദ്രിക വാസ് പബ്ലിഷ്ഡ്, ചന്ദ്രിക എന്ന പത്രം പ്രസിദ്ധീകൃതമായി. വെൻ വി കൺസിഡർ ദാറ്റ് എന്ന കാര്യം പരിഗണിക്കുമ്പോൾ പവർ ഓഫ് പ്രസ്, പത്രമാധ്യമത്തിൻ്റെ ശക്തി എന്തെന്ന് വി ക്യാൻ എസ്റ്റിമേറ്റ്, നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രതിരോധിക്കാനും എതിർക്കാനുമായി ചന്ദ്രിക എന്ന പത്രം മറ്റാരോ തുടങ്ങി. എന്തിനു തുടങ്ങി? ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുന്നതിനെ തടയാനും അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിലൂടെ പറയുന്നതിനെ എതിർക്കാനുമായി ചന്ദ്രിക എന്ന പത്രം പ്രസിദ്ധീകൃതമായി. ഈ കാര്യം പരിഗണിക്കുമ്പോൾ എന്തിന് പ്രസിദ്ധീകൃതമായി? എതിർക്കാൻ, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഒരു അച്ചടി മാധ്യമത്തിൻ്റെ പവർ എന്തെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. വി ക്യാൻ എസ്റ്റിമേറ്റ് ദി പവർ ഓഫ് ദി പ്രസ്, പത്രമാധ്യമത്തിൻ്റെ അധികാരം എന്തെന്ന് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. വെൻ വി കൺസിഡർ ദാറ്റ്, ഈ കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ. ഏത് കാര്യം? ചന്ദ്രിക വാസ് പബ്ലിഷ്ഡ് ഇൻ 1822 ടു ഒപ്പോസ് ഹിസ് ഐഡിയാസ് ഓഫ് സോഷ്യൽ റിഫോം, സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ എതിർക്കുവാനായി 1822 ചന്ദ്രിക പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് പത്രമാധ്യമങ്ങളുടെ
സ്വാധീനം എന്തെന്ന്, ശക്തി എന്തെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കണക്കാക്കാവുന്നതേ ഉള്ളൂ. ചന്ദ്രിക ഇതിനായിട്ടാണ് ആരംഭിച്ചത് എന്നതിൽ നിന്നും നമുക്ക് അന്നത്തെ കാലത്ത് പത്രത്തിന് എത്രത്തോളം അധികാരമുണ്ടായിരുന്നു, എത്രത്തോളം ജനങ്ങളുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേട്ടോ, ഇന്നത്തേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള അത്രയും സമയമായി. വീണ്ടും ഞാൻ ഈ പാരഗ്രാഫുകളൊന്നും ആവർത്തിക്കുന്നില്ല. 10ാം ക്ലാസ്സിന് ഞാൻ 1-2 തവണ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അതുപോലെ പറഞ്ഞു തരാൻ സമയക്കുറവുണ്ട്. ഈ ക്ലാസ് പഠിച്ചു വച്ചോളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഞാൻ ഇത് നിങ്ങളുടെ ടെസ്റ്റ് നോക്കിയെടുക്കുന്നതാണ്, അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴുണ്ടാകുന്ന പിഴവുകൾ തിരുത്തി അങ്ങനെ ഒട്ടേറെ തയ്യാറെടുപ്പ് നടത്തിയൊന്നും അല്ലാതെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോഴോ മറ്റോ ഉണ്ടാകുന്ന ശബ്ദത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഇടർച്ചയോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സൗമനസ്യപൂർവ്വം ക്ഷമിക്കുക. എന്നിട്ട് ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ വായിക്കുക. സമയം കളയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ടോ നാളെയോ നമുക്കെല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കൂടാം. അതുവരേക്കും നമ്മുടെ കോളേജിലെ എല്ലാ സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും സ്നേഹപൂർവ്വം ഞങ്ങളുടെ എല്ലാം വിട. താങ്ക് യു.